വ്യാജ ബില്ലുകൾ ചമച്ച് പണം തട്ടിയ ബാങ്ക് സെക്രട്ടറിക്കും ഡയറക്ടർ ബോർഡ് അംഗത്തിന് 3 വർഷം കഠിന തടവ്. തൃശൂർ പുത്തൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി പുരുഷോത്തമൻ, ഭരണസമിതി അംഗമായിരുന്ന ഓമന ജോണി എന്നിവരെയാണ് തൃശൂർ വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. കോൺഗ്രസ് ഭരണസമിതി ആയിരിക്കെ 88,000 രൂപയാണ് വ്യാജ ബില്ലുണ്ടാക്കി ഇരുവരും തട്ടിയെടുത്തത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന പുത്തൂർ സഹകരണ ബാങ്കിൽ 2002 സംഭവം. ഫിക്സഡ് ഡെപ്പോസിറ്റായി പണം നിക്ഷേപിച്ചവർക്ക് നൽകാൻ ബാഗുകൾ വിതരണം ചെയ്യാനെന്ന പേരിലായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പ് നടത്തിയ സെക്രട്ടറിയും ബോർഡംഗവും കുറ്റക്കാരാണെന്ന് തൃശൂർ വിജിലൻസ് കോടതി കണ്ടെത്തി. 3 വർഷം കഠിന തടവും 3,30,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ബാങ്ക് സെക്രട്ടറി പുരുഷോത്തമൻ, ഭരണസമിതി അംഗമായിരുന്ന ഓമന ജോണി എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രസിഡന്റ് സുരേഷിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. സ്ഥിര നിക്ഷേപം നടത്തിയ ആളുകൾക്ക് വിതരണം ചെയ്യാൻ ബാഗ് മേടിച്ചു എന്ന് കാണിച്ച് 2 വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ഇരുവരും ചേർന്ന് 88,000 രൂപ തട്ടിയെടുത്തതായാണ് കോടതി കണ്ടെത്തിയത്. ഓമന ജോണിയാണ് തനിക്ക് പരിചയമുള്ള ഒരു ബാഗ് നിർമ്മാണ ഷോപ്പിന്റെ വ്യാജ ബിൽ ഹാജരാക്കിയത്. കേസിൽ ഡിവൈഎസ്പി ആയിരുന്ന മാത്യു രാജ കള്ളിക്കടനാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിജിലൻസിനു വേണ്ടി പ്രോസിക്യൂട്ടർ ER സ്റ്റാലിൻ കോടതിയിൽ ഹാജരായി. ജനം, തൃശൂർ.